السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها. ونحن اليوم في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. هل تذكرون أين وقفنا وماذا درسنا أخيرا؟ ماذا درسنا أخيرا؟ അവസാനമായി എന്താ പഠിച്ചത് നമ്മൾ? درسنا استعمال إياك أو إياه أو الضمائر المنسوب، ضمائر المنسوب، صح؟ من آزاد؟ كلم يا آزاد. آزاد നബി എല്ലാവരും കയറിയിരിക്കുന്നത് ആരാണ്? അറിയില്ല. ആസാദിന്റെ അബു ആസാദ്. അബു ആസാദോ? ഹാഫിള. ദക്തൂർ. ദക്തൂർ. ഓക്കെ, പരിചയമില്ലാത്ത ഒരു പേര് കണ്ടോണ്ട് ചോദിച്ചതേ ഉള്ളൂ. ആദ്യം അങ്ങനെ കേറാൻ സാധ്യത ഇല്ലല്ലോ. അപ്പം അപരിചിതരായിട്ട് അറബി പഠിക്കാൻ വേണ്ടി ഈ മൂന്നാം ഭാഗത്തിന്റെ അവസാനം പഠിക്കാൻ വേണ്ടി ആരും വരില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് 27ാമത്തെ പാഠം അവസാനം പറഞ്ഞു നിർത്തുകയായിരുന്നു. സനസൂറക്കും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ആ സിയാറത്താണ് ഇത്, അൽ മുലാഖാത്ത്. മസ്മു താലിബുൽ ജദീദ്. താലിബുൽ ജദീദ് ഉക്കാശ. من علمه اللغة العربية؟ علمه أبوه. أبوه. في أي مسابقة يشترك أسامة وزميلاه؟ هذه مسابقة يشتركون في مسابقة السباحة. السباحة، سمين. طيب، يرى البيان explanation أو الشرح. الضمير إما متصل وإما منفصل. ഇവിടെ ضمير متصل منفصل എന്നൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. الضمير إما متصل وإما منفصل. പ്രോനൗൺ എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഇൻഡിപെൻഡന്റ് ആകാം, അല്ലെങ്കിൽ ചേർന്ന് വരുന്നതാകാം. മുൻഫസിൽ സെപ്പറേറ്റ് ആകാം, അല്ലെങ്കിൽ മുത്തസിൽ ചേർന്ന് വരുന്നതാകാം. ഇത്തസല, വസലയുടെ ഇഖ്തലഫ ഗ്രൂപ്പാണ് ഇത്തസല കേട്ടോ. വസലയുടെ മൂന്നാമത്തെ അക്ഷരത്തിന് തുടക്കത്തിൽ ഒരു അലിഫും പിന്നീട് എന്തായി യിവ് തസലയാണ് എന്തായത് ഇത്തസലായത്. അതിൽ നിന്നാണ് മുത്തസിൽ വന്നത്. അപ്പോ ഇമ്മ മുത്തസിലും ഇമ്മ മുൻഫസിലൻ. ഇൻഫാല ഗ്രൂപ്പ്. ഇൻഫസല എന്ന് പറഞ്ഞ ഫസല, ഇൻഫസല വേർപിരിഞ്ഞു, ഇത്തസല ചേർന്ന് വന്നു. അപ്പൊ ഇത്തസലയുടെ ഓപ്പോസിറ്റ് ആണ് ഇൻഫസല. അദ്ദമീറുൽ മുൻഫസിൽ, ഇൻഡിപെൻഡന്റ് പ്രോനൗൺ. മാ യുബ്ദഉ ബിഹി ഫി النطق ويقع بعد إلا.
മാ യുബ്ദഉ ബിഹി ഫിന്നുതുഖ്, ഉച്ചാരണത്തിൽ ആരംഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വയഖഉ ബഅദ ഇല്ല, ഇല്ലയുടെ ശേഷവും അത് വരും. സംസാരിച്ച് തുടങ്ങുമ്പോൾ സമീർ സെപ്പറേറ്റ് ആയിട്ട് വരും, അതേപോലെ തന്നെ ഇല്ലയുടെ ശേഷവും വരും. അന മുസ്ലിമുൻ എന്ന് പറഞ്ഞപ്പോ എന്താണ്? മുബത്തദിന് ഖബറുമാണ്. അപ്പൊ തുടക്കത്തിൽ അത് ദമീർ വന്നു. ഉദാഹരണം 2, മാ ഫഹിമത് ദർസ ഇല്ല അൻത. മാ ഫഹിമത് ദർസ ഇല്ല അൻത, പാഠത്തെ പഠിച്ചില്ല, ഇല്ല അൻത, നീ ഒഴികെ. അപ്പോ അൻതയുടെ ഇറാബ് എന്തായിരിക്കും? അൻതയുടെ അടയാളം എന്തായിരിക്കും? നസ്ബ് അല്ല. റഫ് മർഫു റഫ് ആണ്. കാരണം ഫഹിമയ്ക്ക് റഫാണ്. പകരമാണ് വന്നിരിക്കുന്നത്. ഫഹിമയുടെ ഫായിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇല്ലായ്ക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഫഹിമ ഗ്രഹിച്ചത് ആരാണ്? ഇല്ല അൻത, നീ ഒഴികെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോ ഫഹിമയുടെ ഫായിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ അൻത എന്താണ്? ഫായിലിന്റെ സ്ഥാനത്താണുള്ളത്, റഫ് ആണ്. അതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. കാരണം അടുത്ത പ്രാവശ്യം പറയുമ്പോഴും അത് നെസ്ബ് വരുന്ന സന്ദർഭം പറയും. ഇവിടെ ഹെഡിങ്ങിൽ അത് കൊടുത്തിട്ടില്ലെങ്കിലും അത് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എളുപ്പമായിരിക്കും. മാ ഫഹിമത് ദർസ ഇല്ല അൻത. അപ്പൊ ഇവിടെ ഇല്ലായ്ക്ക് ശേഷം അൻത റഫ്ഉടെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അൻത ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അൻത എന്താണ്? മുൻഫസിലാണ്. ലമീർ മുൻഫസിലാണ്. ലമീർ മുൻഫസിലാണ്. നമ്മൾ സാധാരണ അറബി കോളേജിലൊക്കെ പോയാൽ, പള്ളി ദർസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് മുൻഫസില് മൊത്തസില് അകത്തുള്ള പുറത്തുള്ളതിന്റെ എല്ലാത്തിന്റെയും പേര് വിളിക്കും. ആ പേര് പഠിക്കാൻ വേണ്ടി കുറെ ആള് എന്താ പറയാ പണിയെടുത്ത് അങ്ങനെ കഠിന പ്രയത്നം ചെയ്ത് വരുമ്പോഴേക്കും ആള് ദർസിൽ നിന്ന് പോയിരിക്കും. പിന്നെ പഠിക്കേണ്ടി വരില്ല. പിന്നെ ഖുറാന്റെ അർത്ഥവും ഒന്നും അറിവുണ്ടാവില്ല. നമ്മൾ അങ്ങനെയല്ല, ഓൺ ദ വേയിൽ പഠിച്ചത്തോളം ഖുറാൻ പഠിച്ചിരിക്കും. അവസാനമാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പൊ അതേ രീതി അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെ അതേ ശൈലിയിലാണ് ദുറൂസുൽ ലുഗത്തും തയ്യാറാക്കിയിരിക്കുന്നത്. അവസാനം നമ്മൾ അങ്ങനെ ടെക്നിക്കൽ വാക്കുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട. കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പൊ മാ ഫഹിമ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി, ഇല്ല അൻത, അൻത റഫിന്റെ സ്ഥാനത്താണ് ഉള്ളത്. കാരണം കർത്താവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ റഫിന്റെ സ്ഥാനത്താണ്. അപ്പൊ നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. സലാസ ഇയ്യാക റഅയ്തു, ഇയ്യാക റഅയ്തു. ഇവിടെ എന്താണ് ലമീർ? ലമീർ മുൻഫസിലാണ്. പക്ഷെ എന്താണ്? മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ടിട്ടാണുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, നസ്ബ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഇയ്യ വരുന്നത്. മുൻഫസിലാണ്, പക്ഷെ അതിനകത്താണ്. മുൻഫസിലായിട്ട് വരികയും മൻസൂബായിട്ട് വരികയും ചെയ്യുമ്പോൾ എന്തായി? ഇയ്യാക്ക. അപ്പൊ റഅയ്തുവിന്റെ മഫ്ഊലുൻ ബിഹിയാണ് എന്ത്? ലമീർ അൻത. ലമീർ അൻത എന്ന ലമീർ മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ അത് മുൻഫസിലായിട്ട് പറയണമെങ്കിൽ എന്ത് വേണം? ഇയ്യ വേണം. അവിടെ ഇയ്യ ചേർന്നിട്ടേ വരുള്ളൂ. മാ റഅയ്തു ഇല്ല ഇയ്യാക്ക. അടുത്ത ഇവിടെ തന്നെ ഉണ്ട്. മാ റഅയ്തു ഇല്ല ഇയ്യാക്ക. നേരത്തെ എന്താ പറഞ്ഞത്? മാ ഫഹിമത് ദർസ ഇല്ല അൻത. അവിടെ റഫിന്റെ സ്ഥാനത്താണ്. അടുത്തത് മാ റഅയ്തു ഇല്ല അൻത ഇല്ല ഇയ്യാക്ക. മഫ്ഊലുൻ ബിഹിയാണ്. മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് എന്തായി? മുൻഫസിലായി വരുമ്പോൾ, നസ്ബിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഇയ്യാ ചേർന്ന ലമീറാണ് വരിക. അപ്പൊ ഇത് രണ്ടും എന്താണ്? മുൻഫസിലാണ്. പക്ഷേ റഫിന്റെ സ്ഥാനത്ത് വരുമ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഹുവ ഹും അൻത അൻതും അന നഹ്നു ഹിയ, ആ രീതിയിൽ വരും. അല്ലെങ്കിൽ ഇയ്യാഹു ഇയ്യാക്ക, ഇയ്യാഹു ഇയ്യാഹും, ഇയ്യാക്ക ഇയ്യാക്കും, ഇയ്യാന ഇയ്യായ ഇയ്യാഹ രീതിയിലായിരിക്കും നസ്ബിന്റെ സ്ഥാനത്ത് ആണെങ്കിൽ വരിക. ഇനി അദ്ദമീറുൽ മുത്തസിൽ, ഇതാണ് ഞാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മുൻഫസിൽ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്?
ഇയ്യയുടെ കൂടെ ചേർന്ന് വരുന്നതല്ല, ഇത് വരുന്നത് മുത്തസിലല്ല. അത് മൻസൂബായിരിക്കുമ്പോൾ ഇയ്യ ചേർന്നാണ് വരിക. അപ്പോഴും എന്താണ് മുൻഫസിൽ എന്നാണ് പറയുക. അതിന് അമീർ മുൻഫസിലാണ്. അമീർ മുൻഫസിലാകുമ്പോൾ മൻസൂബാണെങ്കിൽ ഇയ്യ ചേർന്നതാണ് വരിക. മർഫു ആണെങ്കിൽ അല്ലാതെ വരും. ഓക്കെ. അദ്ദമീറുൽ മുത്തസിൽ, ദമീർ മുത്തസിൽ എന്ന് പറഞ്ഞാൽ മാ ലാ യുബ്ദഉ ബിഹി ഫി നുത്ഖി, അതെന്ത് ചെയ്യൂല, ഉച്ചാരണത്തിൽ ആരംഭിക്കുകയില്ല. ലാ യുബ്ദഉ ബിഹി ഫി നുത്ഖി, നുത്ഖ് പറഞ്ഞല്ലോ, നുത്ഖ് ഉച്ചാരണം. ഉച്ചാരണം. നുത്ഖ് എന്ന വാക്കോ അതിന്റെ രൂപഭേദങ്ങളോ ഖുർആനിൽ വായിച്ച വല്ല ഓർമ്മയുണ്ടോ? وما ينطق عن الهوى. മാഷാ അല്ലാ, മാഷാ അല്ലാ. മാ യന്തിഖു അനിൽ ഹവ. അപ്പൊ എന്തായി? അദ്ദേഹം ദേഹേച്ഛയ്ക്കനുസരിച്ച് ഒന്നും ഉരിയാടുകയില്ല, ഉച്ചരിക്കുകയില്ല. അതാണ് നതഖ. വമാ യഖഉ ബഅദ ഇല്ലാ കത്താഇ വൽ ഹാഇ ولا يقع بعد إلا كالتاء والهاء في رأيته. وما يقع بعد إلا, ഇല്ലയ്ക്ക് ശേഷം അത് വരികയില്ല. ഇല്ലയ്ക്ക് ശേഷം അത് വരികയില്ല. ولا يقع بعد إلا, ഇല്ലയ്ക്ക് ശേഷം അത് വരികയില്ല. അവിടെ എന്താണ്? ഒരു ഫാസിലയുണ്ട്, കോമ. മാലാ യുബ്ദഉ ബിഹി ഫി നുത്ഖി, ഉച്ചാരണത്തിൽ അതുകൊണ്ട് ആരംഭിക്കാത്തതാണ്. വലാ യഖഉ ബഅദ ഇല്ല, ഇല്ലയ്ക്ക് ശേഷം അത് വരികയും ഇല്ല. കഴിഞ്ഞിട്ട് കത്താഇ വൽ ഹാഇ ഫി റഅയ്തുഹു. അദ്ദമീറുൽ മുൻഫസിൽ എന്ന് പറഞ്ഞത് കത്താഇ, താഇനെ പോലെയാണ്, വൽ ഹാഇ, ഹാഇനെ പോലെയാണ്, ഫി റഅയ്തുഹു, റഅയ്തുഹുവിലുള്ള താഇനെയും ഹാഇനെയും പോലെയാണ്. ഇപ്പൊ രണ്ടും എന്താണ്? മുൻഫസില, മുത്തസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫഅല, ഫഅലു, ഫതഹ, ഫതഹു, ഫതഹത, ഫതഹതു, ഫതഹതു, ഫതഹന എന്ന് പറഞ്ഞതിനകത്ത് ഫതഹത്ത, ഫതഹത്തു എന്നൊക്കെ പറയുന്നത് ഇവിടെ എന്താണ്? ലമീർ മുത്തസിലായിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ. ഫതഹത്ത, ഫതഹത്തും, ഫതഹത്തു, ഫതഹന, ഫതഹത്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലമീർ മുത്തസിലായിട്ടാണ് പരിഗണിക്കുന്നത്. والضمائر الرفع المنفصلة, ضمائر الرفع المنفصلة, ഇൻഡിപെൻഡന്റ് പ്രോനോൺ എപ്പോഴുള്ളത്? റഫ്ഇന്റെ സ്ഥാനത്തുള്ളത്. അതാണ് ഹുവ, ഹുമാ, ഹും, ഹുവ, ഹുമാ, ഹുവ, ഹുമാ, ഹും. പിന്നെ ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇതാണ് ഗ്രാമറില് നമ്മൾ പണ്ട് പഠിച്ച ഓർഡർ. എന്താ എഴുതിയിരിക്കുന്നത്? ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന. അതാണ് തന്നെ. അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. എത്ര പ്രോനോൺ ഉണ്ട്? എണ്ണി നോക്കാണോ? 10? 12 അല്ലേ? 12 ഉണ്ട്. 12 ഉണ്ട്. 14 പ്രാവശ്യം ഉപയോഗിക്കും. എന്താ വ്യത്യാസം? ഹുവ, ഹുമാ. അപ്പോ ഹുമ എന്ന് പറഞ്ഞ മറഞ്ഞ രണ്ട് പുരുഷന്മാരെ കുറിച്ചും, ഹിയ, ഹുമാ എന്ന് പറഞ്ഞ മറഞ്ഞ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ചും ഹുമാ തന്നെയാണ് തിരിക്കുക. അൻത, അൻതുമ എന്ന് പറഞ്ഞ രണ്ട് പുരുഷന്മാരെ കുറിച്ചും, അതേപോലെ അൻതി, അൻതുമ എന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകളെ കുറിച്ചും അൻതുമ തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ. ഹുമായും അൻതുമായും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 14 ആകുന്നത്. എണ്ണം 12 ഉള്ളൂ, 14 പ്രാവശ്യം ഉപയോഗിക്കും. ക്ലിയർ അല്ലേ?
അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്ന ദമാഇറുൽ മുൻഫസിലത്തു. അതില് എന്തില്ല, റഫ്ഇന്റെ നമ്മൾ പഠിച്ച ഹുവ ഹുമ ഹുവ ഹും അൻത അൻതും അന നഹ്നു ഹിയ, ഇതൊക്കെ എന്താണ്? റഫ്ഉൽ മുൻഫസിലാണ്, റഫ്ഇന്റെ സ്ഥാനത്തുള്ള മുൻഫസിലാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ പഠിക്കാത്ത ഹുമായും ഇതൊക്കെ നമ്മൾ ഇതിൽ പഠിച്ചതാണ്, ദുറൂസിൽ പഠിച്ചതാണ്. അതെ. അതെ. ഇനി റഫ്ഉൽ മുത്തസിലത്തു. മുത്തസിലത്ത് എന്താ? താഉൽ ഫാഇലിൽ മുതഹർരികത്തു. താഉൽ ഫാഇലിൽ മുതഹർരികത്തു. മുതഹർരികത്തിന്റെ താഉൽ ഫാഇൽ എന്താ? ഫാഇലിന്റെ താ കമാ ഫീ ദഹബതു വദഹബതു മാ ദഹബതു തും ദഹബതുന്ന. ഇവിടെ എല്ലാം എന്താണ്? താഉൽ ഫാഇൽ എന്നാണ് അതിന്റെ പേര്. ദഹബത്തു ആകട്ടെ, ദഹബത്തുമായാകട്ടെ, ദഹബത്തും ആകട്ടെ, ദഹബത്തുന്ന ആകട്ടെ, എന്താണ്? അൽ മുതഹർരികത്തു എന്താണ്? ഹർക്കത്തുള്ളതായ. ലൈസ സാക്കിനത്തുൻ ഔ ലൈസത്ത് സാക്കിനത്തുൻ, സാക്കിനത്തല്ല, മറിച്ച് എന്താണ്? മുതഹർരികത്താണ്. അപ്പോ ദഹബത്ത് എല്ലാത്തിലും എന്താണ്? തൂ തന്നെയാണ്. പക്ഷേ ദഹബത്തു എന്നുള്ളതിന് ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നും വേണ്ട. ദഹബത്തുമാ എന്ന് പറയുമ്പോൾ മീം കൂടെ ചേർക്കും. അത് മുസന്നയ്ക്ക് വേണ്ടി, ദ്വിവചനത്തിന് വേണ്ടി. പിന്നെ മീമ് സാക്കിനത്ത് ചേർക്കും ബഹുവചനത്തിന് വേണ്ടി. പിന്നെ നൂനു നിസ്വത്ത് ചേർക്കും പെണ്ണുങ്ങൾക്ക് വേണ്ടി. നൂനു നിസ്വത്തിൽ മുഷദ്ദദത്തി ദഹബത്തുന്ന ശബ്ദമുള്ളതായ. അലിഫുൽ ഇസ്നൈനി കമാ ഫീ ദഹബ. ദഹബ എന്നിടത്ത് എന്താണ്? അലിഫുൽ ഇസ്നൈൻ ആണ്, ദ്വിവചനത്തിന്റെ അലിഫ്. എവിടെയൊക്കെയാണ്? അലിഫുൽ ഇസ്നൈനി കമാ ഫീ ദഹബ, ദഹബതാ, യദ്ഹബാനി, തദ്ഹബാനി, ഇദ്ഹബാ എന്നിടത്തൊക്കെ എന്താണ്? അലിഫുൽ ഇസ്നൈൻ. ദഹബാ അവർ രണ്ടുപേരും പോയി. ദഹബത്താ അവർ രണ്ട് പെണ്ണുങ്ങളും പോയി. യദ്ഹബാനി ആ രണ്ട് പുരുഷന്മാരും പോകുന്നു. തദ്ഹബാനി നിങ്ങൾ രണ്ടുപേരും പോകുന്നു, അല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങളും പോകുന്നു. ഇദ്ഹബാ നിങ്ങൾ രണ്ടുപേരും പോകൂ. വാവുൽ ജമാഅത്ത്, ജമാഅത്തിന്റെ വാവ്, ഹബൂലുള്ള ജമാഅത്തിന്റെ വാവ്, യദ്ഹബൂനുള്ള വാവ്, ഇദ്ഹബൂലുള്ള വാവ്. അപ്പൊ ഇനി നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ താഉൽ മുതഹർരികത്തു, താഉൽ ഫാഇൽ, താഉൽ അലിഫുൽ ഇസ്നൈൻ, വാവുൽ ജമാഅത്ത്. ഇതാണെന്ത്? ദമാഇറുർ റഫ്ഇൽ മുത്തസിലത്തു. മുത്തസിലത്ത് എന്ന് പറഞ്ഞാൽ ഫിഅലിന്റെ രൂപഭേദങ്ങളിൽ ചേർന്ന് വരുന്ന സർവനാമങ്ങൾ. ഫിഅലിന്റെ രൂപഭേദങ്ങളിൽ ചേർന്ന് വരുന്ന സർവനാമങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫിഅലിന്റെ രൂപഭേദം വരുമ്പോൾ ചേർന്ന് വരുന്ന സർവനാമം, അല്ലാതെ ഖലഖക്കയിലുള്ള ചേർന്ന് വരുന്ന സർവനാമം അല്ല പറഞ്ഞത്. അതാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഫിഅലിന്റെ രൂപഭേദങ്ങളിൽ വരുന്ന അടയാളങ്ങൾ അല്ലെങ്കിൽ വരുന്ന അക്ഷരങ്ങൾ. പിന്നെയുണ്ട് നാലാമത്തത് യാ ഉൽ മുഖാത്തബത്ത്. മുഖാത്തബത്തുൻ, മുഖാത്തബത്ത് എന്ന് പറഞ്ഞപ്പം ഇത് മനസ്സിലായി? പുല്ലിംഗമല്ല, അതെന്താണ്? സ്ത്രീലിംഗമാണ്. മുഖാത്തബത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല? കൊത്തുവ കേൾക്കുന്നയാള്. മുഖാത്തബത്ത് കൊത്തുവ കേൾക്കുന്ന പെണ്ണ്. പ്രസംഗം മാത്രമല്ല, സംഭാഷണം കേൾക്കുന്ന കേട്ടാ. كما في تذهبين وإذهبي. وتذهبين أنتما تذهبين، أنت تذهبين، أنت تذهبين.
ഔ ഇദ്ഹബീ അൻതി, അൻതി തദ്ഹബീന, നീ ഒരു സ്ത്രീ പോകുന്നു. ഇദ്ഹബീ അൻതി, നീ ഒരു സ്ത്രീ പോകൂ എന്ന് പറയുന്നിടത്ത് രണ്ടുപേർത്ത് പറയുന്ന യാ ഉൽ മുഖാത്തബത്ത്, സംസാരിക്കപ്പെടുന്ന പെണ്ണ്. മുഖാത്തബത്ത്, ഖാത്തബ സംഭാഷണം നടത്തി, മുഖാത്തബത്ത് മുജാഹദത്ത് പറഞ്ഞില്ലേ, മുജാഹിദുൻ മുജാഹദുൻ, മുജാഹിദുൻ മുജാഹദുൻ. അപ്പൊ മുഖാത്തിബുൻ മുഖാത്തബുൻ. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധിതൻ, മുഖാത്തബത്ത് എന്ന് പറയുമ്പോ അഭിസംബോധിത ആയ പെണ്ണ്. കമാഫി തദ്ഹബീന ഇദ്ഹബി, രണ്ടിലുള്ള യാ, അതിന്റെ പേരെന്താണ്? യാ മുഖാത്തബത്ത്. പിന്നെ നൂനിൻ നിസ്വത്ത് എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് ഈ പറയുന്ന ഏതാണ്? ബഹുവചനത്തിൽ മറഞ്ഞ പെണ്ണുങ്ങളുടെ ബഹുവചനത്തിൽ വരുന്നതിനാണ് നൂനിൻ നിസ്വത്ത്. കാരണം അവിടെ ആ നൂന് മാത്രമേ ഉള്ള അടയാളം. മറ്റിടത്ത് എന്താണ്? ദഹബ് തുന്നയില് എന്തുണ്ട്? തായുണ്ട്, പിന്നെ ഷദ്ദുള്ള നൂനാണ് അവിടെ വരുന്നത്. ഈ നൂനിൻ നിസ്വത്ത് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഏതാണ്? ആ നൂന് മാത്രം വരും, ബഹുവചനത്തില് നൂന് മാത്രം വരും. യദ്ഹബിന വയദ്ഹബിന വയിദ്ഹബിന. ഓക്കെ, ഈ രൂപങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയുമ്പോൾ അത് മാത്രമായിട്ട് പറയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പാഠങ്ങളിലേക്ക് പോകണം. ദഹബിന, അപ്പോ ഹും ദഹബു, ആ പുരുഷന്മാർ പോയി. ഹുന്ന ദഹബിന, ആ പെണ്ണുങ്ങൾ പോയി. ഹും യദ്ഹബൂന, അവ പുരുഷന്മാർ പോകുന്നു. ഹുന്ന യദ്ഹബിന, ആ സ്ത്രീകൾ പോകുന്നു അല്ലെങ്കിൽ പോകും. ഇദ്ഹബ് അല്ല, ഇദ്ഹബൂ അൻതും യാ ഔലാദു, ആൺകുട്ടികളെ നിങ്ങൾ പോകൂ. ഇദ്ഹബിന അൻതുന്ന യാ ബനാത്തു. അപ്പൊ അവിടെയൊക്കെ പറഞ്ഞ നൂൻ എന്താണ്? അതിന്റെ പേര് നൂനുൻ നിസ്വത്ത്, പെണ്ണുങ്ങളുടെ നൂന്. നിസ്വത്ത് എന്ന് പറഞ്ഞ വാക്ക് വായിച്ചിട്ടുണ്ടല്ലോ ഖുർആനില്. ഇതാണ് കരീം സാഹിബേ, നിസ്വത്ത് എന്നുള്ള വാക്ക് എവിടെയുള്ളത്? നിസ്വത്ത് എന്ന വാക്ക് ഖുർആനിൽ എവിടെയുള്ളത്? ആ, ഒരു പെണ്ണുങ്ങൾക്ക് ഓർമ്മയില്ല. വഖാല നിസ്വത്തുൻ ഫീ മദീനതി, ഓർക്കുന്നില്ലേ? ഖാല നിസ്വത്തുൻ ഫിൽ മദീനതി, ഏത് സൂറത്തിലാ? في مدينة امرأة وقال نسوة سورة يوسف. അത് തന്നെ. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسها. നിസ്വത്ത്. അപ്പൊ നിസാ കൊണ്ട് നിസ്വത്ത് കൊണ്ട് ഖുർആനിൽ തന്നെ, രണ്ടും ബഹുവചനങ്ങളാണ്. വന്ന കമാ ഫീ ദഹബിന, ദഹബിനായിലുള്ള ന്യായും എന്താണ്? ലമീറുൽ മുത്തസിലാണ്. ലമീർ മുത്തസിൽ റഫ്ഇന്റെ മുത്തസിലാണ്. റഫ്ഇന്റെ മുത്തസിൽ. ദഹബിന. പിന്നെന്ത് മനസ്സിലായി? റഫ്ഇന്റെ ലമാഇർ എന്ന് പറഞ്ഞാൽ അതെവിടെയായിരിക്കും ഉണ്ടാവുക? ക്രിയയുടെ ക്രിയയുടെ ഫോമിൽ കൂടെ ഉള്ളതാണ്. ക്രിയയുടെ ഡിറൈവ്ഡ് ഫോമിൽ കൂടെ ഉള്ളതാണ് ലമാഇർ റഫ്ഇൽ മുത്തസിലത്തു. അപ്പോ ഫഅല അല്ലെങ്കിൽ ഫതഹ എടുത്താൽ ഫതഹയില് ഒന്നുമില്ല. ഫതഹൂൽ എന്തുണ്ട്?
വാവുൽ ജമാഅത്ത്. വാവ്. ഫതഹത്തായിൽ എന്തുണ്ട്? താഉൽ താ. മുതഹരിക്കത്തു. താം. ഫതഹത്തുമ്മിൽ എന്തുണ്ട്? താഉൽ ഫായിലുൽ മുതഹരിക്കത്തു. രണ്ടും താഉൽ ഫായിലുൽ മുതഹരിക്കത്തു കേട്ടോ. പിന്നെ ഫതഹത്തുവിൽ എന്തുണ്ട്? തു. താഉൽ ഫായിലുൽ മുതഹരിക്കത്ത്. അതെ. ഫതഹനായിൽ എന്തുണ്ട്? നാ. നൂന് ആണ്. നൂൻ. നൂൻ എന്നല്ല പറയാ, അവിടെ നാ എന്നാ പറയാ. നൂൻ എന്ന് പറയുന്നത് നൂനിൻ നിസ്വത്ത് എന്ന് പറയുമ്പോൾ ഒരു നാ മാത്രമേ ഉള്ളൂ. ഇവിടെ നൂന് അലിഫ് ഉള്ളത് കൊണ്ട് നാ എന്നാ പറയാ. ഓക്കെ. പിന്നെ നമ്മള് പറഞ്ഞ ദ്വിവചനങ്ങളിലും ബഹുവചനങ്ങളിലും നോക്കുമ്പോ ഫതഹ ഫതഹ എന്ന് പറഞ്ഞിടത്ത് എന്തുണ്ട്? അലിഫ് ഇസ്നൈൻ. അലിഫുൽ ഇസ്നൈനി. ഫതഹത്ത ഫതഹത്തുമാ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഫതഹത്തുമാ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? താഉൽ ഫാഇലുൽ മുതഹരിക്കത്തു. മുതഹരിക്കത്ത്. പിന്നെ ഫതഹത്ത് ഫതഹന. പിന്നെ സ്ത്രീലിംഗം എടുത്താല് ഫതഹത്ത്. ഫതഹത്തിൽ എന്തുണ്ട്? ഹിഡൻ. മുതഹരിക്കത്തല്ലേ? താൽ മുതഹരിക്കത്താ. പത്തത്തെ ഹിഡൻ ആണ്. സ്ത്രീ ഫതഹത്ത് സുക്കൂനുള്ള താ പറഞ്ഞില്ലേ ഇവിടെ? വാവുൽ ജമാഅത്ത് അത് പറഞ്ഞില്ല. ഹിഡൻ ആണോ? അല്ല, ഫതഹത്ത്. ഫതഹത്തില് പേര് പറഞ്ഞില്ല. താഉൽ അലിഫ്, താഉൽ ഫാഇൽ, താഉൽ അലിഫുൽ ഇസ്നൈൻ, വാവുൽ ജമാഅത്ത്, യാഉൽ മുഖാത്തബത്ത്, നൂനുൻ നിസ്ബത്ത്. അത് നോക്കാം നമുക്ക്. പിന്നെന്താ പറഞ്ഞത്? ഫതഹത്ത്. ഫതഹത്താ പറഞ്ഞപ്പോ എന്തായി? ഫതഹത്താ പറഞ്ഞിടത്ത് എന്തുണ്ട്? അലിഫുൽ ഇസ്നൈൻ. അലിഫുൽ ഇസ്നൈൻ ആണ്. അലിഫുൽ ഇസ്നൈൻ. ഫതഹത്താ. അതാണ് ഇവിടെ ദഹബ ദഹബത്താ നടക്കുന്നുണ്ട്. ദഹബ ദഹബത്താ. ആ, അലിഫുൽ ഇസ്നൈൻ ആണ്. പിന്നെന്താ? ദഹബിന അല്ലെങ്കിൽ ഫതഹിനയിൽ എന്തുണ്ട്? ഫതഹത്ത് ഫതഹത്താ ഫതഹിന വേണ്ടേ? ഫതഹിനയിൽ എന്തുണ്ട്? നൂനുൻ നിസ്വത്ത്. ഫതഹിന. ഫതഹിന ആ പെണ്ണുങ്ങൾ തുറന്നു. അപ്പൊ നൂനുൻ നിസ്വത്ത്. പിന്നെ യഫ്തഹു ഇതൊന്നുമില്ല. യഫ്തഹു യഫ്തഹാനി. യഫ്തഹാനിയിൽ എന്തുണ്ട്? അലിഫുൽ ഇസ്നൈൻ. യഫ്തഹൂനയിൽ എന്തുണ്ട്? വാവുൽ ജമാഅത്തി. യഫ്തഹു യഫ്തഹൂന. തഫ്തഹു തഫ്തഹു തഫ്തഹാനി. അപ്പൊ തഫ്തഹു തഫ്തഹാനിയിൽ എന്തുണ്ട്? തഫ്തഹൂനയിൽ എന്തുണ്ട്? വാവുൽ ജമാഅത്തി. അഫ്തഹു നഫ്തഹു അതൊന്നുമില്ല. ഓക്കെ. പിന്നെ ഇഫ്തഹ്. ഇഫ്തഹു എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഇഫ്തഹ് ഇഫ്തഹാ. നിങ്ങൾ രണ്ടുപേരും തുറക്കൂ. എന്തുണ്ട് അതില്? ഇഫ്തഹു വാവുൽ ജമാഅത്ത്. പിന്നെ പെണ്ണുങ്ങളോട് ഇഫ്തഹി ഏതുണ്ട്? യാഉൽ മുഖാത്തബത്ത്. പിന്നെ എന്തുണ്ട്? ഇഫ്തഹി. ഇഫ്തഹ്ന. ഇഫ്തഹിനയിൽ എന്തുണ്ട്? നൂനുൻ നിസ്വത്ത്. എല്ലാം ആയോ? അപ്പൊ 14 രൂപങ്ങൾ എഴുതണം കേട്ടോ. ക്രിയയുടെ 14 രൂപങ്ങൾ എഴുതണം. 12 രൂപങ്ങളാണ്. 14 എഴുതണം. 14 എഴുതിയിട്ട് ഓരോന്നിലും വന്നിട്ടുള്ള പറഞ്ഞ സംഗതികളൊക്കെ കണ്ടെത്തുക. അതിന്റെ പേര് എഴുതിയിരിക്കണം അവിടെ.
ഒരു A4 A3 ഷീറ്റ് വാങ്ങിക്കും. A4 മതി. എന്നിട്ട് അതിന് മധ്യത്ത് വലുതായിട്ട് മധ്യത്ത് ചെറുതായിട്ട് സാധാരണ കൈയക്ഷരത്തിൽ എഴുതണം. ഇടയ്ക്ക് ഗ്യാപ്പിടണം. ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ കളർ കൊണ്ട് നമ്മൾ നേരത്തെ മൾട്ടിപ്പിൾ കളർ ഹൈലൈറ്റർ ആണ് വാങ്ങിക്കാൻ പറഞ്ഞത്. അപ്പൊ മൾട്ടിപ്പിൾ കളർ പെന്ന് വാങ്ങിക്കണം. എന്നിട്ട് ഓരോന്നിനും ഓരോ അടയാളം വെച്ച് എഴുതുക. ഏതിന്? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ലമാഇൽ മുത്തസിലത്തു, താഉൽ ഫാഇൽ, അലിഫുൽ ഇസ്നൈൻ 2, വാവുൽ ജമാഅത്തി 3, യാഉൽ മുഖാത്തബത്തി 4, നൂനുൻ നിസ്വത്തി 5, 6. ഈ 6 അടയങ്ങളും നിങ്ങൾ വ്യത്യസ്ത കളറിൽ അടയാളപ്പെടുത്താം. ചിലതിനെ ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കളറേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാം? 1 or 2 കളർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ 2 or 3 കളർ ഉപയോഗിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആ കളറുകളെ വേറെ കളർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാം. ഉസ്താദ് ഇഫ്തഹി യാഹുൽ മുഖാത്തബത്ത് അല്ലേ? ഏതാണ്? ഇഫ്തഹി യാഉൽ മുഖാത്തബത്ത്. ഓക്കെ. ഇഫ്തഹിയിൽ വരുന്ന യാഉൽ മുഖാത്തബത്ത്. പറഞ്ഞപ്പോ തിരിഞ്ഞു പോയി. അതായത് തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലേ? എന്താ പറഞ്ഞ? മുഖാത്തബ എന്ന് പറഞ്ഞോ? നൂന് പറഞ്ഞു. ഇഫ്തഹിയിൽ നൂനില്ലല്ലോ. അങ്ങനെ ഇഫ്തഹന ഉണ്ട്. ഇഫ്തഹന, നിങ്ങൾ പെണ്ണുങ്ങൾ തുറക്കൂ. ഇഫ്തഹന. അവിടെ നൂൻ നിസ്വത്ത് ഉണ്ട്. ഇവിടെ നോക്കാം. നൂൻ നിസ്വത്ത് ഇസ്ഹബിന. അപ്പൊ ഇഫ്തഹു, നീ തുറക്കൂ, പുരുഷൻ. അവിടെ ഒന്നുമില്ല. ഇഫ്തഹ, നിങ്ങൾ 2 പേര് തുറക്കൂ. അവിടെ അലിഫുൽ ഇസ്നൈൻ. പിന്നെ ഇഫ്തഹി, നീ ഒരു പെണ്ണ് തുറക്കൂ. അവിടെ യാ അൽ മുഖാത്തബത്ത്. പിന്നെ ഇഫ്തഹന, നിങ്ങൾ പെണ്ണുങ്ങൾ തുറക്കൂ. നൂനുൻ നിസ്വത്ത്. ഓക്കെ. ഇതെന്തായാലും എഴുതിയേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ പഠിച്ചില്ലേ പിന്നെ എവിടെ ഒന്നും പഠിക്കാൻ പറ്റൂല. എങ്ങനെ? ഒരു ഫ്യൂഷനും ഇല്ല. നിങ്ങളെ സഹോദരി വന്നില്ലേ? ഇന്നെത്തിയിട്ടില്ല. അറിയില്ല. ഓക്കെ. അപ്പൊ ഇതെന്തായാലും നമ്മൾ ടേബിൾ തയ്യാറാക്കണം. നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ. ടേബിൾ തയ്യാറാക്കി നമ്മൾ മൾട്ടിപ്പിൾ കളറിൽ ഐഡന്റിഫൈ ചെയ്യത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക? ഒരു നല്ല സ്പേസ് കൊടുത്ത് എഴുതുക, വരച്ചുണ്ടാക്കുക. അല്ലമാഇറു നസ്ബിൽ മുൻഫസിലത്തു. പിന്നെ നമ്മൾ നസ്ബുൽ മുൻഫസിൽ പഠിക്കുമ്പോൾ പിന്നെ വേറെ നമുക്ക് സംശയമൊന്നുമില്ല. മുൻഫസിലത്തായത് എന്താണ്? മുൻഫസിലത്തായ റഫിൻ്റെതാണ്. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു എന്ന് പറഞ്ഞ എന്താണ്? അൽ മുൻഫസിലത്തു ലിർറഫ്ഇ അവിൽ മർഫൂ. അല്ലമാഇർ അൽ മർഫൂ അൽ മുൻഫസിലത്ത്. അതാണ് ഹുവ ഹുമാ ഹും എന്ന് വരുന്നത്. ഇയ്യ ചേർന്ന് വന്നാൽ എന്തായി? അദ്ദമാഇറു നസ്ബി അവിൽ മൻസൂബ്. നസ്ബ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നസ്ബിന്റെ ദമീറുകളാണ്. അത് ഒറ്റയ്ക്ക് വരുമ്പോൾ ഇയ്യാഹു, ഇയ്യാഹുമാ, ഇയ്യാഹും, ഇയ്യാഹ, ഇയ്യാഹുമാ, ഇയ്യാഹുന്ന, ഇയ്യാക്ക, ഇയ്യാക്കുമാ, ഇയ്യാക്കും, ഇയ്യാക്കി, ഇയ്യാക്കുമാ, ഇയ്യാക്കുന്ന, ഇയ്യായ, ഇയ്യാന. ഓക്കെ. അവിടെയും 14 എണ്ണം കാണും. 12 എണ്ണമാണ്. ബാക്കി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. യാ ഹുമ, ഹുമ എന്നുണ്ട് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അതേപോലെ യാ കുമായും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. യാ ഹുമ 2 പെണ്ണുങ്ങൾക്കും
രണ്ട് മറഞ്ഞ പെണ്ണുങ്ങൾക്കും രണ്ട് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരേപോലെ ഇയാഹുമ ഉപയോഗിക്കും. അതേപോലെ ഇയാക്കുമ, രണ്ട് ആണുങ്ങൾക്കും രണ്ട് പെണ്ണുങ്ങൾക്കും ഇയാക്കുമ തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി അദ്ദമാഇറുൻ നസ്ബിൽ മുത്തസിലത്ത്. അപ്പോ നസ്ബിൻ്റെത് മുത്തസിലായി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് നമ്മൾ പഠിച്ച ഖലഖഹു. ഖലഖഹുവിലുള്ള അവസാനത്തെ ഹു എന്താണ്? ദമീറുൻ നസ്ബിൽ മുത്തസിലത്ത്. അതെന്താണ്? മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വരിക എന്ന് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ഷോർട്ട് കട്ടിൽ പറഞ്ഞതാണ്. ക്രിയയുടെ അവസാനം വിളക്കി ചേർത്താൽ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അന്ന്. വെൽഡ് ചെയ്ത് ചേർത്താൽ, അല്ലെങ്കിൽ വിളക്കി ചേർത്താൽ, ആഡ് ചെയ്താൽ എന്നാണ്. ചേർന്ന് വന്നാൽ എന്നല്ല പറഞ്ഞത്. കാരണം ചേർന്ന് വരുന്ന സർവനാമം നമ്മൾ റഫിൻ്റെതാണ് വരുന്നത്. ഫതഹ്തു അടയാളം ഇവിടെ ചേർന്ന് അതിനോട് ചേർന്ന് വന്നതാണ്. ഫതഹ്തു അതിനോടുള്ളതാണ്, ഒപ്പം ഉള്ളതാണ്. അതേസമയം മറ്റത് ചേർത്താൽ, പുറമേ നിന്ന് ഇങ്ങോട്ട് ചേർത്താൽ അതെന്താണ്? അത് മർഫു അല്ല മൻസൂബായിരിക്കും. അത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ് ഉണ്ടാവുക. അപ്പൊ മഫ്ഊലുൻ ബിഹി എല്ലാം എന്താണ്? മൻസൂബാണ്. സഅലഹു, സഅലഹുമാ, സഅലഹും, സഅലഹ, സഅലഹുമ, സഅലഹുന്ന, സഅലക, സഅലകുമ, സഅലകും, സഅലകി, സഅലകുമ, സഅലകുന്ന, സഅലനി, സഅലന. നമ്മൾ പഠിച്ച ഖലഖ എടുത്ത് ഉപയോഗിച്ച് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഖലഖഹു, ഖലഖഹും, ഖലഖക, ഖലഖകും, ഖലഖനി, ഖലഖന, ഖലഖഹ, ഇത്രയും 7 പഠിക്കുക. ബാക്കി 7 കൂടെ പൂർത്തീകരിച്ചാൽ മതി. അവിടെ 7 ബാക്കി 5 ഉള്ളൂ. പക്ഷെ എന്നാലും നമ്പർ നയിക്കാൻ വേണ്ടി ബാക്കി 7 കൂടെ പൂർത്തീകരിച്ചാൽ ബാക്കി ശരിയാവും. ഖലഖഹു, ഖലഖഹു, ഖലഖഹുമ, ഖലഖഹും. പിന്നെ ഖലഖഹ, ഖലഖഹുമ, ഖലഖഹുന്ന, ഖലഖക, ഖലഖകുമ, ഖലഖകുന്ന. അതേപോലെ ഖലഖകി, ഖലഖകുമ, ഖലഖകുന്ന. ഖലഖക, ഖലഖകുമ, ഖലഖകും, ഖലഖകി, ഖലഖകുമ, ഖലഖകുന്ന, ഖലഖനി, ഖലഖന. അപ്പോ തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ ഇത് ചേർന്ന് വരുമ്പോൾ അതിന്റെ അടയാളം നോക്കുക. അപ്പോ റഫ്ഇന്റെ ശേഷം വരുന്നതാണെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കുക. സംശയം ഉണ്ടാകുന്ന രൂപങ്ങൾ എന്ന് പറയുന്നത് ദഹബിന, ദഹബിന വരുമ്പോൾ ഞാൻ വരുന്നിടത്താണ് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദഹബിന അല്ലെങ്കിൽ ഖലഖ എടുത്താൽ ഖലഖ്ന എന്ന് വരും. ഖലഖ്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദഹബിന പോലെ ഖലഖ്ന എന്ന് നാക്ക് മുമ്പ് സുക്കൂനാണെങ്കിൽ എന്തായിരിക്കും അർത്ഥം? നാം സൃഷ്ടിച്ചു. ഇനി ഖലഖ ന എന്നാണെങ്കിൽ നാക്ക് മുമ്പ് ഫതഹാണെങ്കിൽ നാ മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണുള്ളത്. അത് നസ്ബിന്റെ ദമീറാണ്. ഓക്കെ, ഇത് രണ്ടും സെപ്പറേറ്റ് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടാക്കുക. കേട്ടാ? ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കുക, കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം ഇതുവരെ നമ്മളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവയൊക്കെ പ്രത്യേകം എടുത്ത് വ്യവച്ഛേദിച്ച് പഠിക്കുന്നത്. സ്പെഷ്യലൈസേഷൻ അല്ലേ? അപ്പൊ ഒരു ENT സ്പെഷ്യലിസ്റ്റ് അവർ നേരത്തെ തൊണ്ടയുടെ രോഗങ്ങളൊന്നും പഠിക്കുന്നില്ലേ? എല്ലാ രോഗങ്ങളും പഠിച്ചിട്ടാണല്ലോ MBBS ആകുന്നത് അല്ലേ?
ബോഡിയുടെ ഫുൾ അവസ്ഥയും ഡോക്ടർ പഠിക്കണം. പക്ഷെ പിന്നീട് അതിനെ പ്രത്യേകം എടുത്ത് പഠിക്കും. അത് സ്പെഷ്യലൈസേഷൻ വരും. ആ ലെവലിലാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നമ്മളെല്ലാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു പ്രശ്നമുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നതിലുള്ള ഒരു അന്താളിപ്പ് മാത്രമേ ഉള്ളൂ. നൗഫൽ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? IT വർക്ക് ചെയ്യുന്നത്. IT ആണ്. ആ. IT-യിൽ എന്തായിട്ട്? പ്രോഗ്രാമർ. പ്രോഗ്രാമിംഗ് ആണ്. മുബറമിജ്. ആ, മുബർമിജ്. ലൂപ്പും എൻഡ് ലൂപ്പൊക്കെ പഠിക്കുന്ന അത്ര പ്രയാസമുണ്ടോ ഇത്? ഇല്ലല്ല. ഏത് ലാംഗ്വേജിൽ നിങ്ങൾ എഴുതുന്നത്? പ്രോഗ്രാമർ ആണെങ്കിൽ ഞാൻ ഇതിക്ക് നെറ്റ്വർക്ക് സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതന്നെ, ഏത് ലാംഗ്വേജിലൊക്കെ എഴുതും നിങ്ങൾ പ്രോഗ്രാം തയ്യാറാക്കുന്നത്? ഏത് ലാംഗ്വേജ് ഉപയോഗിക്കും? PHP എഴുതുന്നുണ്ട്. അത് PHP. ഓ, അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാല് ഇതെന്താണ്? ഒക്കെ വളരെ സിമ്പിൾ സംഭവങ്ങൾ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ ലളിതമായി പഠിക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അറിയുന്നവരെ കുറിച്ച് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ പറയാവുന്നവരോടും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ضمير النسب المتصل للمتكلم جاء فقط. النسب المتكلم നേരത്തെ ഇവിടെ പറഞ്ഞ ഓക്കെ, ഇവിടെ നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ സഅലനി എന്ന് പറയുന്നിടത്ത് എന്താണ് അടയാളം? ശരിക്കും വമീർ എന്താണ്? യാ മാത്രമേ ഉള്ളൂ. വമീറുൻ നസ്ബിൽ മുത്തസിലു, അൽ മുത്തസിലിന്റെ വമീർ, നസ്ബിന്റെ വമീറായ മുത്തസിലായി വരുന്നത് ആർക്ക്? മുത്തക്കല്ലിമിനുള്ളത് അൽ യാ ഫഖത്ത്, യാ മാത്രമേ ഉള്ളൂ. അമ്മ അന്നൂനു, ഇടയ്ക്കുള്ള ഒരു നൂന്, ഫയുഅ്ത, യുഅ്ത എന്താണ്? നൽകപ്പെടും. അല്ല, യുഅ്ത ബിഹ, അതിനെ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. അതിനെ യുഅ്ത ബിഹ, കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. അത്താബി കൊണ്ടുവന്നു. യുഅ്ത ബിഹ, അതിനെ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ലി വിഖായത്തി മാ ഖബ്ലഹ മിനൽ കസ്രി. ലി വിഖായത്ത്, വിഖായത്ത് എന്താ? സേഫ്റ്റിക്ക് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി. വിഖായത്ത്. മാ ഖബ്ലഹ, അതിന്റെ മുമ്പുള്ളതിനെ. മിനൽ കസ്രി, കസ്രിനാൽ. മാ ഖബ്ലഹ മിനൽ കസ്രി വതുസമ്മ നൂനുൽ വിഖായത്ത്. മിനൽ കസ്ർ എന്ന് പറഞ്ഞാൽ കസ്റിൽ നിന്നും എന്ത് ചെയ്യണം? അതിന് സുരക്ഷിതത്വം കൊടുക്കണം. ഏതിന്ന്? ഇപ്പൊ സഅലനി എന്ന് വന്ന നൂന് കളഞ്ഞാൽ എന്താവും? സഅലി എന്ന് പറയാൻ പറ്റില്ല, സഅലി എന്നേ പറയാൻ പറ്റും. അത് കാരണം യാവുമായിട്ട് യോജിച്ച അടയാളമാണ് തൊട്ട് മുമ്പ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു യായിൽ, ഒരു കെസറിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനാണ് നൂൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നൂന് വെച്ചിട്ട് ആ നൂനിന് കെസർ കൊടുക്കും. വതുസമ്മ നൂനുൽ വിഖായത്തി. വതുസമ്മ, അത് വിളിക്കപ്പെടും. എന്ത് വിളിക്കപ്പെടും? നൂനൽ വിഖായത്തി, നൂനൽ വിഖായത്ത് എന്ന് വിളിക്കപ്പെടും. അപ്പൊ നൂനിന് എന്താ നസ്ബ് വന്നത്? വതുസമ്മ നൂനൽ വിഖായത്തി എന്ന് പറയാൻ കാര്യം എന്താ? അല്ലല്ല, മഫൂലും ബിഹി അല്ല. തുസമ്മ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുന്ന പറയുമ്പോൾ നാഇൽ ഫായിലാണ് വരേണ്ടത്. നാഇൽ ഫായിലിന് റഫ്ആണ് അടയാളം. തുസമ്മ ഹിയ, നേരത്തെ പറഞ്ഞതായ ആ നൂന് വിളിക്കപ്പെടും. അമ്മൻ നൂനു എന്ന് പറഞ്ഞല്ലോ. അമ്മൻ നൂനു ഫയുഅ്ത, അത് കൊണ്ടുവരപ്പെട്ടു.
യുതാബിഹ അതിനെ കൊണ്ടുവരപ്പെട്ടു ലി വിഖായത്തി മാ ഖബലഹ അതിന് മുമ്പുള്ളതിന് സുരക്ഷിതത്വങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇങ്ങനെ കസറാണ്. തുസമ്മ ഹിയ ആ നൂനു അപ്പൊ ആ നേരത്തെ പറഞ്ഞ ആ നൂനാണ് ഇവിടെ തുസമ്മ എന്ന് പറയുന്ന അതിന്റെ നായിബുൽ ഫാഇൽ. അതിന്റെ ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി. തുസമ്മ വിളിക്കപ്പെടും, ആ നൂന് വിളിക്കപ്പെടും. അപ്പൊ അതാണ് മഫ്ഊലുൻ ബിഹി, ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി. അതാണ് നായിബുൽ ഫാഇലാക്കുന്നത്. എന്തായിട്ട് വിളിക്കപ്പെടും? നൂന എന്ന് വിളിക്കപ്പെടും. വിക്കായത്തിൻ്റെതായ അതുകൊണ്ടാണ് നൂന് നസ്ബുണ്ട്. അപ്പൊ ഈ നൂനിൽ വിക്കായത്ത് നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ അന്നൊന്നും എഴുതി പഠിക്കാൻ പറഞ്ഞതുമില്ല. ദമാഇറുൽ ജർരി, ഇനി എന്ത് വേണം? ജറിന്റെ ദമീറുകൾ. ലാ തഅതി ഇല്ലാ മുത്തസിലതൻ, അതെന്തായിട്ട് വരുള്ളൂ? അത് മുത്തസിലായിട്ട് മാത്രമേ വരികയുള്ളൂ. കൽകാഫി ഫി കിതാബിക്കി, പോലെ കാഫ് പോലെ. വഹാഇ ഫി ലഹു, കിതാബിക്കിയിൽ എല്ലാത്തിനും കസ്ര തന്നെ ഉള്ളു. നിങ്ങളെ പുസ്തകത്തില് പുസ്തകത്തിലൊന്നുമില്ല, ഹർക്കത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇട്ടിട്ടില്ല. കിതാബിക്ക എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്തായാലും കാഫാണ് അവിടെ. നിങ്ങളെ പ്രിന്റ് ഏതാ? ഇവിടെ കിതാബിക്കിന്ന് ഇവിടെ ഉള്ള ലാ തഅതി ഇല്ലാ മുത്തസിലതൻ കൽ കാഫി ഫി ദമാഇറുൽ ജർരി. ഓക്കെ. അപ്പൊ കിതാബിക്കി എന്ന് പറഞ്ഞ കിതാബിക്ക ഇക്ക പറഞ്ഞാലും കിതാബിക്കി എന്ന് പറഞ്ഞാലും എന്താണ്? അവിടെ ജറാണ്. അല്ല, ഫീ നോക്കാം. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലഹു, അപ്പൊ ലഹുവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാഇനെ ജെറ് ചെയ്യപ്പെട്ടിട്ടാണല്ലോ ഉള്ളത്. കാരണം എന്താണ്? ലാമ് ഹുറൂഫിൽ ജെറിയപ്പെട്ടതാണ്. അത് ഇലാഫത്തായിട്ടല്ലേ വരുന്നത്. കിതാബിക്ക് ഒരു സെക്കൻഡ് നോക്കട്ടെ. 233. കെസായിട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് വരുമ്പോ നോക്കാം. എന്തായിരുന്നു നമ്മൾ ഹാഇഫി ലഹു നോക്കിയാൽ മതി. അപ്പൊ സർവനാമം എന്താണ്? ലാ തഅതി ഇല്ലാ മുത്തസിലത്തൻ, അത് മുത്തസിലത്തായിട്ട് മാത്രമേ വരുള്ളൂ. ജർ വരുന്ന സമയത്ത് സർവനാമം എന്തായിട്ട് വരുള്ളൂ? മുത്തസിലത്തായിട്ട് വരുള്ളൂ. ഇപ്പൊ കിതാബുക്ക, അതെ കിതാബിക്കി എന്ന് പറഞ്ഞപ്പോ എന്താ മീനിങ്? കിതാബുക്ക എന്ന് പറഞ്ഞാലും കിതാബിക്കി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇളാഫത്താണ് അല്ലേ? ഇളാഫത്താണ്. അപ്പൊ മുലാഫിൻ ഇലൈഹിക്ക് എന്ത് കൊടുക്കണം? ജർ കൊടുക്കണം.
അപ്പൊ കിതാബുക്ക എന്ന് പറഞ്ഞാലും കിതാബുക്കി എന്ന് പറഞ്ഞാലും സെയിം ആണ്, മജ്റൂറാണ്. കിതാബിക്കിയിൽ കെസ്റത്തുള്ളത് കിതാബിക്കി നിന്റെ പുസ്തകം എന്ന് പറഞ്ഞാല് പിന്നെ പെണ്ണിനോട് പറയുമ്പോൾ കിതാബുക്കി എന്ന് പറയും, ആണിനോട് പറയുമ്പം കിതാബിക്കി എന്ന് പറയും, കിതാബുക്കി എന്ന് പറയും. ഇവിടെ കൽ കാഫി ഫീ വന്നതുകൊണ്ടാണ് ഫീ കിതാബി എന്ന് പറഞ്ഞത്, ബാങ് കെസ് വന്നത്. നേരത്തെ മുമ്പുള്ള വാക്യത്തിന്റെ ഘടനയുമായി ചേർത്തിട്ടാണ്. ലാത്തി ഇല്ല മുത്തസിലത്തിൻ മുത്തസിലത്തായിട്ട് മാത്രമേ വരുള്ളൂ. കൽ കാഫി കാഫിനെ പോലെ, ഫി കിതാബിക്ക ലൗ കിതാബിക്കി, കിതാബിക്ക ആയാലും കിതാബിക്കി ആയിരുന്നാലും മജ്റൂറാണ്. അപ്പം എന്താണ്, അത് മുത്തസിലത്തായിട്ട് മാത്രമേ വരുള്ളൂ. വൽ ഹാഇ ഫി ലഹു, ലഹുവിന്റെ അടയാളം കസ്റത്തില്ലല്ലോ അവിടെ, അതുകൊണ്ട് കസ്റത്തിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് എന്താണ് ആ സ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. മജ്റൂറായിട്ട് വരുമ്പോൾ അത് എന്തായിട്ട് വരുള്ളൂ, മുൻഫസിലായിട്ട് വരികയില്ല. മജ്റൂറായിട്ട് വരുമ്പോൾ മുൻഫസിലായിട്ട് വരികയില്ല, മറിച്ച് എന്താണ് മുത്തസിലായിട്ട് മാത്രമേ വരികയുള്ളൂ. ലാത്തി ഇല്ല മുത്തസിലത്തൻ കൽ കാഫി ഫി കിതാബിക വൽ ഹാഇ ഫി ലഹു. استخرج الضمائر الواردة في الدرس واذكر نوع كل واحد منها. അപ്പൊ ഇതിന്റെ സർവനാമങ്ങൾ എടുത്തു പറയുകയും അതിന്റെ എന്ത് ചെയ്യണം, നൗഅ അതിന്റെ ഇനങ്ങൾ, ഓരോന്നിന്റെയും ഇനങ്ങൾ എന്ത് ചെയ്യുക, വദ്കുർ മെൻഷൻ ചെയ്യുക, ഓർ സ്പെസിഫൈ ചെയ്യുക. സാലിസ് യുഅ്താ ബിളമീരിൻ നസ്ബ്, എന്തായാലും പറഞ്ഞോ. യുഅ്താ ബിളമീരിൻ നസ്ബി മുൻഫസിലൻ ഇദാ കാന മഫ്ഊലൻ ബിഹി. അപ്പം യുഅ്താ ബിളമീരിൻ നസ്ബി മുൻഫസിലൻ, നസ്ബിന്റെ ളമീറിനെ എന്ത് ചെയ്യും, മുൻഫസിലായി കൊണ്ടുവരപ്പെടും. എപ്പോൾ, ഇതാക്കാന ഒന്ന്, ഈ പറയുന്ന സന്ദർഭങ്ങളിൽ, താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, നസ്ബി ബിളമീരിൻ നസ്ബി മുൻഫസിലൻ, നസ്ബിന്റെ ളമീറിനെ മുൻഫസിലായിട്ട് വരും, അഥവാ ഇയ്യാ ചേർത്ത് കൊണ്ടുവരും. എപ്പോൾ, ഇദാകാന മഫ്ഊലൻ ബിഹി, അത് മഫ്ഊൽ ബിഹി ആയിരിക്കുമ്പോൾ, വതഖദ്ദമ അലാ ഫിഅലിഹി, ഫിഅലിന്റെ മുമ്പേ വരികയും ചെയ്താൽ. നഹ്വ് ഇയ്യാക നഅ്ബുദു ഇൻ അസ്ലുഹു നഅ്ബുദുക, അതിന്റെ അടിസ്ഥാനം എന്താണ്, ബേസിക്കലി അത് നഅ്ബുദുക എന്നാണ്. മറിച്ച് എന്താണ്, അതിനെ ഫിഅലിന്റെ മുമ്പേ വന്നപ്പോൾ അതിനെന്ത് ചെയ്തു, മുൻഫസിലായിട്ട് കൊണ്ടു, മുൻഫസില യുഅ്താ ബിളമീരിൻ നസ്ബി മുൻഫസിലൻ, മുൻഫസിലായിട്ട് കൊണ്ടു. ഫിഅലിന്റെ മുമ്പേ വന്നപ്പോൾ മുൻഫസിലായിട്ട് കൊണ്ടു. അപ്പൊ മുൻഫസിലായിട്ട് ഫിഅലിന്റെ മുമ്പേ വന്നപ്പോൾ അർത്ഥം എന്താണെന്ന് പറഞ്ഞില്ല ഇവിടെ. പിന്നെ അത് മുൻഫസിലായിട്ട് വന്ന കാര്യം മാത്രമേ പറയുന്നു. മറ്റേ അങ്ങനെ മുമ്പേ കൊണ്ടുവന്നതിനുള്ള കാര്യം എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അക്ഷരത്തിൽ എന്താ വ്യത്യാസം വരും, ഫിഅലിന് മുമ്പേ വന്നാൽ അത്തഅക്കീദ് വൽ ഹസർ, അത്തഅക്കീദ് വൽ ഹസർ, ഊന്നിപ്പറയലും ചുരുക്കി പറയലും വരും. അപ്പൊ ഇയ്യാക്ക അൻത, നിന്നെ തന്നെയാണ്. ഇയ്യാക്ക ഇല്ല അൻത, നിന്നെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കുന്നില്ല എന്നും, അതേപോലെ അതാണ് ഇല്ല നിന്നെ മാത്രം എന്നതാണ് എന്ത്, ഹസർ, ചുരുക്കല്. തഅക്കീദ് നിന്നെ തന്നെയാണ്. ഇത് രണ്ടർത്ഥവും അതിൽ ഉണ്ടാകുന്ന സംഭവം. പിന്നെ എപ്പോഴാണ് ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നത്, ഇദാ വഖഅ മഫ്ഊലൻ ലിമസ്ദരിൻ മുദാഫിൻ ഇലാ ഫാഇലിഹി. അപ്പൊ എന്താ വരും, ഉദാഹരണം നോക്കാം. നഹ്വ് സിയാറത്തുൽ മുദീരി ഇയ്യാന. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ, സിയാറത്തുൽ മുദീരി, മുദീറിന്റെ സന്ദർശനം, ഇയ്യാന എന്ന് പറയും. മലയാളത്തിൽ എന്താ അർത്ഥം പറയാ, ഞങ്ങളെ, അല്ലെ, ഞങ്ങളെ. അപ്പൊ ഞങ്ങൾ എന്താണ്,
മഫ്ഊലും ബിഹിയുടെ സ്ഥാനത്താണുള്ളത്. മനസ്സിലായോ? അപ്പം യഥാർത്ഥത്തിൽ ഫിയൽ എവിടെ? ഫിയലില്ല, മറിച്ച് എന്താണുള്ളത്? മസ്തറാണ്. മസ്ദർ ആണുള്ളത്. മസ്ദർ. അതാണ് ഇത് പറഞ്ഞത് ഇതാ വഖഅ മഫ്ഊലൻ. അപ്പൊ ഇയ്യാന എടുത്തു നോക്കാം, താഴെ കൊടുത്തിരിക്കുന്ന ഇയ്യാന എടുത്തു നോക്കാം. ആ ഇയ്യാന ഇതാ വഖഅ മഫ്ഊലൻ. ഇത് ജുംലത്തുൽ ഫീലിയല്ലേ? ജുംല ഫേലിയായിട്ടല്ല നമ്മൾ കണക്കാക്കുക. ജുംലത്ത് പിന്നെ എന്താണ്, ജുംല ഇസ്മി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. മറിച്ച് എന്താണ്, അതിന്റെ എഫക്റ്റ് ഫേലിയായി, ഫേലിന്റെ എഫക്റ്റിലാണ് വരിക. നമ്മൾ മലയാളത്തിൽ പറയുമ്പോ ഞങ്ങളെ സന്ദർശിക്കൽ എന്ന് പറയുന്നത്, അല്ലെ ഞങ്ങളെ സന്ദർശനം, അദ്ദേഹത്തിന്റെ സന്ദർശനം, ഞങ്ങളെ സന്ദർശനം, ഞങ്ങളെ രോഗി സന്ദർശനം എന്ന് പറയും. രോഗ സന്ദർശനം എന്ന് പറയുമ്പോൾ രോഗിയെ സന്ദർശിക്കൽ. രോഗി എന്താണ്? മഫ്ഊലും ബിഹിയാണ്. മസ്തർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? ആ മസ്ദർ അല്ല, നമ്മൾ ഈ മസ്ദർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേല് ഒന്നോ അല്ലെങ്കിൽ ഇസ്മെന്നോ പറയുള്ളൂ, രണ്ടിലൊന്നേ പറയുള്ളൂ. മസ്ദർ എന്താ, എല്ലാം എന്താണ്? മസ്ദർ എല്ലാം ഇസ്മിൽ പെട്ടതാണ്. ഫേലുകൾ തുടങ്ങിയാലേ ജുംല ഫേലിയ എന്ന് പറയാൻ പറ്റുള്ളൂ. ആ സിയാറത്തുൽ മുദീർ ഇയ്യാന. അപ്പം പിന്നെ അപ്പൊ എന്തായി? ലി മസ്ദരിൻ മുളാഫിൻ ഇലാ ഫാഇലിഹി. അവർ ഫായിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. സിയാറത്തുൽ മുദീരി, മുദീറിന്റെ സന്ദർശനം. അപ്പൊ സന്ദർശിക്കുന്ന ആരാ? മുദീറാണ്. മുദീർ ഫായിലാണ്. എഫക്റ്റിൽ എന്താണ്? ഫായില്, മുദീർ ഫായിലും, പിന്നെ ഇയ്യാന എന്നത് മഫ്ഊലും ബിഹിയുമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇദാ വഖഅ മഫ്ഊലൻ ലി മസ്ദരിൻ മുദാഫിൻ ഇലാ ഫാഇലിഹി. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? മുൻഫസിലായിട്ട് ഉപയോഗിക്കണം. ഒന്ന്, ഫേലിന് മുമ്പേ വന്നാൽ. രണ്ട്, ഒന്ന് പിന്നെ മഫ്ഊലും ബിഹി ആയിരിക്കുകയും ഫേലിന് മുമ്പേ വരികയും ചെയ്താൽ. രണ്ട്, മസ്ദറിന്റെ മഫ്ഊലും ബിഹി ആയിട്ട് വരിക. ഫായിലേക്ക് ചേർത്ത മസ്ദറിന്റെ, ഫായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട മസ്ദറിന്റെ മഫ്ഊലും ബിഹി ആയിട്ട് വരിക. സിയാറത്തുൽ മുദീർ ഇയ്യാന അൽ യൗമ. ഞങ്ങൾ ഇന്ന് ഞങ്ങളെ സന്ദർശിക്കൽ. മുദീറിന്റെ ഇന്നത്തെ സന്ദർശനം. ഞങ്ങളെ മാത്രമൊന്നുണ്ടോ? അല്ല, ഇവിടെ മാത്രമില്ല. ഈ മാത്രം വരുന്നത് എപ്പോഴാണ്? ആ ഫേലിന് മുമ്പേ വരുമ്പോഴാണ്. ഇവിടെയാണ് നമ്മളെ ഈ ഇയ്യ പഠിക്കുന്നിടത്തുള്ള കുഴപ്പം. നമ്മൾ ഇയ്യാക്ക ലാഭത്തൊക്കെ പഠിച്ച് ഇയ്യാക്ക എന്ന് പറയുന്നത് മാത്രമാണ്, തന്നെയാണെന്നൊക്കെ പറയും. ഇപ്പൊ എല്ലാ സ്ഥലത്തും അതെന്താവുന്നില്ല, ബാധകമാകുന്നില്ല. അത് ബാധകമാകുന്നത് ഫേലിന് മുമ്പേ വരുമ്പോഴാണ്. ഫേലിന് മുമ്പേ മഫ്ഊലും ബിഹി വരുമ്പോഴാണ് തഅക്കീദും ഹസറും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ബലാഗയിലേ കാണാൻ പറ്റുള്ള ഈ വിഷയം. അതുകൊണ്ടാണ് ഇത് പലർക്കും ഇതാകുന്നത്, പലരുടെയും ശ്രദ്ധയിൽ നിന്നും വിട്ടുപോകുന്നത്. അതേപോലെ അപ്പൊ ദർബന ഇയ്യാന എന്ന് പറഞ്ഞപ്പോ ബഹുവചനം. ദർബുക ഇയ്യായ, ദർബുക ഇയ്യായ. ഇപ്പോൾ ദർബുക എന്ന് പറഞ്ഞതാ ചെറിയപ്പെട്ടിരിക്കുകയാണ്. കായ ഇളാഫത്താണ് ദർബുക. അപ്പം ദർബുക അപ്പം ഫായിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. ദർബിനെ ഫായിലേക്ക് ഇളാഫത്ത് ചെയ്യുന്ന ദർബിന്റെ ക്രിയയുടെ മഫ്ഊലും ബിഹിയാണ് ഇയ്യായ. അപ്പൊ അതുകൊണ്ടാണ് ഇയ്യായ ഉള്ളത്. ഒറ്റയ്ക്ക് വന്നപ്പോൾ ഒറ്റയ്ക്ക് തന്നെ വരേണ്ടി വന്നത്. അശദ്ദു മിൻ ദർബി ഇയ്യാക. അപ്പൊ അതിനും എന്തുണ്ട്? ദർബി യാൽ മുത്തക്കല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. ദർബി എന്റെ അടി, ഇയ്യാക നിന്നെ. ഞാൻ നിന്നെ അടിച്ചതിനേക്കാളും കഠിനമായിരുന്നു നീ എന്നെ അടിച്ചെന്നാണ് പറഞ്ഞത്. അവിടെ നിർത്തല്ലേ? സമയത്തിന്റെ ബോധം ഉണ്ടായിരുന്നില്ല.
സമയം പറയുന്ന ആളും വന്നില്ലേ? എന്തൊക്കെയാകും. സമയം പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, വന്നില്ല. വന്നില്ല. ഡോക്ടർ എന്തൊക്കെയാണ്? അൽഹംദുലില്ലാ. ഓക്കെ അല്ലേ പറഞ്ഞല്ല? അല്ല, ഓക്കെ അല്ല, എനിക്ക് ഇതൊന്നും കൂടി 2 പ്രാവശ്യം കേൾക്കണം. ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സും ഒന്നും കൂടി കേൾക്കണം. കൺഫ്യൂസ്ഡാ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ല? ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കൂടി റിവൈസ് ചെയ്യണം. അത് ശ്രദ്ധിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് പോയിന്റ് പ്രത്യേകം എഴുതി എടുക്കുക. പോയിന്റ് ഞാൻ പറഞ്ഞത് എഴുതി എടുക്കണമെന്നല്ല, പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എഴുതി നോട്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കുക. വർക്ക് ചെയ്ത് നോക്കുക. അതിന് എഴുതിയിടാൻ പറഞ്ഞാൽ എഴുതിയിട്ടെന്ന് ഞാൻ നോക്കാൻ സമയം വേണം. അതിനുള്ള പ്രശ്നം. നമ്മൾ കുറെ സംഗതികൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ പെൻഡിങ് വർക്കുകളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ആൾ സെക്രട്ടറി ഇല്ലായിരുന്നുകൊണ്ട് അതങ്ങനെ എല്ലാം ഡംബായി കിടന്നു, സർട്ടിഫിക്കറ്റും പോസ്റ്റിങ്ങും. അപ്പൊ ഇങ്ങനെ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റുകൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത് കുറച്ച് ഇന്ന് നമ്മളെ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ കുറെ വർക്കിലാണ്. അപ്പോ ഏതായിരുന്നാലും നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകൾ കമ്പയർ ചെയ്ത് ഇടുക. ഇവിടെ എഴുതിയിട്ടിടാൻ പറഞ്ഞല്ലോ, ഇസ്തഖ്രിജ് ദമാഇർ അൽ വാരിദത്തി ഫി ദർസി വദ്കുർ നൗഅ കുല്ലി വാഹിദിൻ മിൻഹ. അത് എഴുതിയിട്ടിടുക. അപ്പൊ എഴുതിയിട്ടിടുമ്പോഴത്തേക്ക് മനസ്സിലാകും. അതേപോലെ ഈ ടേബിളും എഴുതുക. ഏത് ഒരു ടേബിൾ എഴുതാൻ പറഞ്ഞല്ലോ, ഒരു ക്രിയ എടുത്തിട്ട് എഴുതുക. ഫുള്ള് ക്രിയയുടെ 14 രൂപ എഴുതിയിട്ട് നമ്മൾ പഠിച്ചത്. സാക്കിനത്തിനെ കുറിച്ച് പറഞ്ഞില്ല കേട്ടോ, ഫാലത്ത് അതിനെ കുറിച്ച് പറഞ്ഞില്ല. ബാക്കിയെല്ലാമാണ് അടയാളങ്ങൾ. റഫ്ഇൽ മുത്തസിലത്ത് അത് എഴുതുക. അപ്പോൾ അതിന്റെ പേരുകളും എഴുതുമ്പോഴത്തേക്ക് ഒരുവിധം ക്ലിയർ ആവും. പട്ടിക എഴുതിയിട്ട് അതിൽ ഓരോന്നിലും നമ്മൾ പഠിച്ച എന്ത് ചെയ്യുക, താൽ ഫായിലാണ് താൽ ഫായില്, അലിഫുൽ ഇസ്നൈനാണ് അലിഫുൽ ഇസ്നൈന്, വാവുൽ ജമാഅത്താണ് വാവുൽ ജമാഅത്ത്, യാ അൽ മുഖാത്തബത്താണ് യാ അൽ മുഖാത്തബ്, മുഖാത്തബത്ത്, നൂനുൻ നിസ്വത്താണ് നൂനുൻ നിസ്വത്ത്. അപ്പൊ നമ്മളൊരു ക്രിയയുടെ 14 രൂപ മാത്രം എഴുതിയാൽ പോരെ കേട്ടോ. അമ്ര എഴുതണ്ടേ? അത് വേറെ വരും. അമ്രന്റെ രൂപങ്ങൾ എഴുതണം. അമ്രന്റെ രൂപങ്ങൾ എഴുതി നഹി രൂപം എഴുതണമെന്നില്ല. ഇഫ്തഹ് ഇഫ്തഹ ഇഫ്തഹു കൂടെ എഴുതുക. ഇഫ്തഹ് ഇഫ്തഹ ഇഫ്തഹു ഇഫ്തഹി ഇഫ്തഹ ഇഫ്തഹ്ന അതുകൂടെ എഴുതണം കേട്ടോ. നമ്മളെ പഠിച്ചത് ഇഫ്തഹ് ഇഫ്തഹു ലാ തഫ്തഹ് ലാ തഫ്തഹു ആണ് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇഫ്തഹ് നീ തുറക്കൂ ഒരു വിഷൻ, ഇഫ്തഹു നിങ്ങൾ അല്ല ഇഫ്തഹ നിങ്ങൾ 2 പുരുഷന്മാർ തുറക്കൂ, ഇഫ്തഹു നിങ്ങൾ കുറെ പുരുഷന്മാർ തുറക്കൂ, ഇഫ്തഹി നീ ഒരു സ്ത്രീ തുറക്കൂ, ഇഫ്തഹ നിങ്ങൾ 2 സ്ത്രീകൾ തുറക്കൂ, പിന്നെ ഇഫ്തഹിന നിങ്ങൾ കുറെ സ്ത്രീകൾ തുറക്കൂ. അപ്പൊ അതും കൂടെ എഴുതണം. അപ്പൊ അതിനും ഈ നൂനുൻ നിസ്വത്തും യാ അൽ മുഖാത്തബത്തൊക്കെ കാണും. എന്നിട്ട് ഇതിൽ നോക്കി ടേബിൾ ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ഇതിൽ നോക്കി അടയാളപ്പെടുത്തിയാൽ മതി. ഓരോ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഓരോന്നും നോക്കുക. ഇതിന്റെ രൂപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദഹബത്ത് ദഹബത്തുമാ ദഹബത്തും ദഹബത്തുന്ന, അതിലൊക്കെ എന്താണുള്ളതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റും എടുത്തിട്ട് ആദ്യം ടേബിൾ തയ്യാറാക്കുക. അതിന്റെ സ്പേസ് കൊടുത്ത് ടേബിൾ തയ്യാറാക്കുക. ടേബിൾ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുക, താൽ ഫായിൽ താൽ ഫായിൽ മുത്തഹരിക്കത്ത് എവിടേക്കാണുള്ളതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് അടയാളപ്പെടുത്തുക. അത് നല്ലൊരു ഉപാധിയാണ്. കാരണം നമ്മൾ പറഞ്ഞ ക്രമത്തിലല്ല ഇവിടെ ഉള്ളത്. ടേബിളിന്റെ അതേ ക്രമത്തിലല്ല ഈ അടയാളങ്ങളൂടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ടേബിളിൽ പോയിട്ട് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രാഹ്യം ഉണ്ടാവും. ഒരു 1 by 1 ആയിട്ട് എടുക്കുക. അലിഫുൽ ഇസ്നൈൻ അലിഫുൽ ഇസ്നൈൻ ടേബിളിന്റെ ക്രമത്തിലല്ല ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ പോയിട്ട് അലിഫുൽ ഇസ്നൈൻ എവിടേക്കാണ് വന്നിരിക്കുന്നത് അടയാളപ്പെടുത്തുക. വാവുൽ ജമാഅത്ത് എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് അടയാളപ്പെടുത്തുക. അങ്ങനെ യാ അൽ മുഖാത്തബത്ത് എവിടെയൊക്കെ വന്നിരിക്കുന്നത് അടയാളപ്പെടുത്തുക. നൂൻ നിസ്ബത്ത് എവിടെയൊക്കെ വന്നിരിക്കുന്നത് അടയാളപ്പെടുത്തുക. നൂന് പിന്നെ നാ എന്നത് എവിടെയൊക്കെ വന്നിരിക്കുന്നത് അടയാളപ്പെടുത്തുക. പിന്നെ എന്ത് എഴുതണം,
പിന്നെ അടുത്ത രണ്ടാമത് ഒരു ടേബിളും കൂടെ എഴുതുക. രണ്ടാമത് ഒരു ടേബിളും കൂടെ എഴുതണം. എന്തിനാണ്? ഖലഖ ചേർത്ത് എഴുതുക. ഖലഖ എന്ന വാക്ക് തന്നെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ 14 രൂപങ്ങളിലും സർവനാമം ചേർത്ത് എഴുതുക. 14 രൂപങ്ങൾ ഖലഖഹു, ഖലഖഹുമാ, ഖലഖഹും, ഖലഖക. അപ്പൊ എല്ലാത്തിലും സ്ത്രീലിംഗം പുല്ലിംഗം എല്ലാം ദ്വിവചനം ഏകവചനം എല്ലാം വരത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക? ടേബിൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ ടേബിൾ ഉണ്ടല്ലോ, ഫത്തഹ എന്ന് പറഞ്ഞ ടേബിളിന്റെ 14 രൂപ എങ്ങനെയാണ് എഴുതിയത്, ആ 14 രൂപവും ഖലഖയുടെ എഴുതിയിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യുക? സർവനാമം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് വരുന്നത് നോക്കുക. എന്നിട്ട് അത് ചേർത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യണം? അവിടെ നമുക്ക് അടയാളപ്പെടുത്താം. എന്താണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് അവിടെ ഹൈലൈറ്റ് ചെയ്താൽ മതി. ലമായർ നസ്ബിൽ മുത്തസിലത്ത് എന്താണെന്ന് അവിടെ ഹൈലൈറ്റ് ചെയ്താൽ മതി. അപ്പൊ ഹൈലൈറ്റ് ചെയ്യാൻ നേരത്ത് യാ ഉൽ മുത്തക്കല്ലിമ് മാത്രമേ അടയാളപ്പെടുത്താവൂ. നൂന് അടയാളപ്പെടുത്തരുത്. നൂന് വേറെയാണ്. നൂന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നോക്കിയാലും മനസ്സിലാവും. കളർ കൊടുത്തിരിക്കുന്നതിൽ യാ ഉൽ മുഖാത്തബ് യാ ഉൽ മുത്തക്കല്ലിം മാത്രമാണ് നീല കളർ കൊടുത്തിരിക്കുന്നത്. നൂന് അതിൽപ്പെട്ടതല്ല. എന്നിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത് അൽ മുത്തസിൽ ലമീർ അൽ മുത്തസിൽ മുത്തക്കല്ലിം യാ ഫഖത്ത്, യാ മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടയാളപ്പെടുത്തുമ്പോൾ യാ മാത്രമാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾ നന്നായിട്ടൊരു കലാപരമായിട്ട് തയ്യാറാക്കിയാൽ എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു വെക്കത്തക്ക രീതിയിൽ ഒരു റെക്കോർഡും കൂടെ ആവും. അത് പഠനം ഉറപ്പിക്കലുമാവും. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പഠിപ്പിച്ച പാഠങ്ങളൊന്നും മനസ്സിലായില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതുകൂടെ മനസ്സിലാക്കണം കേട്ടാ. നമ്മള് എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോഴുള്ള ഒരു കുംബർസമായി തോന്നൽ മാത്രമാണ് ഉള്ളത്. ഒരു ബൾക്കായിട്ട് നമുക്ക് തോന്നും. ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് ഒരാൾ അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ കുറെ ഫയലുകളും പേപ്പേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. കുറെ നാളത്തെ പേപ്പേഴ്സ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല എന്ന് കണ്ടാൽ അയാൾക്ക് ഓഫീസിൽ ഒന്ന് കയറുമ്പോൾ തന്നെ തലപെരുപ്പുണ്ടാവും. അതേസമയം ഒരു ദിവസം അദ്ദേഹം മെനക്കെട്ടിരുന്നാൽ ആ പേപ്പറെല്ലാം ഓർഗനൈസ് ചെയ്ത് ഒരു പ്രോബ്ലവും ഇല്ല. എല്ലാ പേപ്പറുകളും ഒരുമിച്ച് കിടക്കുമ്പോഴുള്ള കാണുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലം മാത്രമേ ഉള്ളൂ. മറിച്ച് എന്താണ്, 1 by 1 ആയിട്ട് ഓരോ പേപ്പർ എടുത്ത് നോക്കിയാൽ ആ പേപ്പറുകളെല്ലാം ആ പേപ്പറുകളെ കുറിച്ചെല്ലാം അയാൾക്ക് വ്യക്തമായ അവയർനെസ് ഉണ്ടാവും. അയാൾ ഡീൽ ചെയ്ത പേപ്പർ ആണെങ്കിൽ, അയാൾ ഹാൻഡിൽ ചെയ്ത പേപ്പർ ആണെങ്കിൽ ആ പേപ്പേഴ്സിനെ കുറിച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോഴുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഓക്കെ. طيب يا إخواني والأخوات، يا إخواني والأخت. نعم اليوم بس. ഒരു ഉഖ്തേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇഖ്വാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിന്റെ ഭാഷ പഠിക്കുന്നതിനുള്ള പ്രയത്നം സഫലമാക്കി തരട്ടെ. അതിലൂടെ അവന്റെ കലാമിലേക്ക് ആഴത്തിലിറങ്ങി, കലാമിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും അതേപോലെ പരന്ന് വിശാലമായി കിടക്കുന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അതേപോലെ മറ്റെല്ലാ വിജ്ഞാനങ്ങളും അറബി ഭാഷയിൽ തന്നെ ഉണ്ട്. എല്ലാ വിജ്ഞാനങ്ങളും അറബി ഭാഷയിൽ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. ഒരുപക്ഷെ പലപ്പോഴും ഇംഗ്ലീഷിൽ വായിക്കുന്നതിനേക്കാളും കുറെ കൂടെ നന്നായിട്ട് നമ്മൾ അറബി പഠിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ നന്നായിട്ട് അറബിയിൽ വായിച്ചാലും മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഇംഗ്ലീഷിലുള്ള എഴുത്തുകൾ പല പ്രദേശത്തുള്ളവരും അവരുടേതായ സ്ലാങ് എന്ന് പറയാൻ പറ്റില്ല, അവരുടേതായ ലാംഗ്വേജിൽ സ്റ്റൈലിൽ എഴുതുമ്പോൾ ചിലതൊക്കെ നമുക്ക് ചിലതെങ്കിലും എന്നെ സംബന്ധിച്ചോളം കഷ്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതേസമയത്ത് അതേ കണ്ടന്റ് തന്നെ അറബിയിൽ വായിച്ചാൽ കുറെ കൂടി നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നും തോന്നിയിട്ടുണ്ട്. എന്റെ തോന്നലാണ്. നിങ്ങളത് നോക്കുക, അറബിയിൽ വായിച്ചു നോക്കുക. പലതിൻ്റെയും ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിലുള്ള പല പുസ്തകങ്ങളുടെയും ട്രാൻസ്ലേഷൻ അറബിയിൽ കിട്ടും. കാരണം അറബി എല്ലാം ഒരേ ലെവലിലാണ് വരുന്നത്, നമുക്ക് സ്മൂത്ത് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇമാം തബരി അതേപോലെ കുറെ ഹദീസ് പണ്ഡിതന്മാർ, ഇമാം ബുഖാരി പോലുള്ള ഹദീസ് പണ്ഡിതന്മാർ, പല ഹദീസ് പണ്ഡിതന്മാരും അനറബികളാണ്.
ഇമാം തബരി സ്വീകാര്യോഗ്യനായ ആധികാരിക ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹം അനറബിയാണ്. അങ്ങനെ അനറബികളുടെ ഒരുപാട് സംഭാവനകൾ ലോക മുസ്ലിങ്ങൾ അംഗീകരിച്ചവയായിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ അംഗീകരിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അവര് വളരെ പെട്ടെന്ന് പഠിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ, മറ്റുള്ളവരുടെ എനിക്ക് ഹിസ്റ്ററി അറിയാത്തതുകൊണ്ടാണ്, ഇമാം ബുഖാരിയുടെ ഗ്രാൻഡ് ഫാദർ ആണ് ഇസ്ലാം സ്വീകരിച്ച ആള്. ഇമാം ബുഖാരിയുടെ വാപ്പയുടെ വാപ്പയാണ് ഇസ്ലാം സ്വീകരിച്ച ആള്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ബുഖാറയിലുള്ള അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അറിവ് പഠിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ തന്റെ ഗ്രാൻഡ് സണ്ണിന് അറബി പഠിപ്പിക്കാൻ എത്ര പ്രയത്നിച്ചിട്ടുണ്ടാവും. ഇത്രയും സ്മൂത്തായിട്ട് അദ്ദേഹം പഠിക്കുകയും പിന്നീട് അദ്ദേഹം 6-ാമത്തെ 7-ാമത്തെ വയസ്സിൽ തന്നെ ഹാഫിളാവുകയും പിന്നെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യും ഖുർആൻ. അപ്പോ അത്രത്തോളം എളുപ്പത്തിൽ പഠിക്കാവുന്ന സംഭവമാണ് അറബി ഭാഷ. إن شاء الله الله توفيق شيئا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته.